ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ്, പ്ലൈവുഡ്സ്, ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാടം മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ചെറുതുരുത്തി ടൗണിൽ ജുമാ മസ്ജിദിന് സമീപം മാലിന്യം കുന്നുകൂടുന്നു. നടപടിയെടുക്കാത്ത അധികൃതർക്കെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി രംഗത്ത്. ചെറുതുരുത്തി ടൗണിലെ ജുമാ മസ്ജിദിന് സമീപം വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിൽ മാലിന്യം കുന്നുകൂടുന്നത് ജനജീവിതം ദുസ്സഹമാക്കുന്നു. മദ്രസയും നൂറുകണക്കിന് വീടുകളും സ്ഥിതി ചെയ്യുന്ന ഈ ജനവാസ മേഖലയിൽ അറവു മാലിന്യങ്ങൾ ഉൾപ്പെടെ തള്ളുന്നത് കടുത്ത ദുർഗന്ധത്തിനും പകർച്ചവ്യാധി ഭീതിക്കും കാരണമായിരിക്കുകയാണ്. വളരെ ദയനീയമായ ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ചാനലിൽ വന്നിട്ട് ഇങ്ങനെ ഒരു വാർത്ത കൊടുക്കേണ്ടി വന്നത്. ഇത് എൻ്റെ വീടാണ്. എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരു 10-35 സെൻറ്റ് സ്ഥലം ഒരു പരുത്തിപ്പാറക്കാരൻ്റെ ഇതായിട്ട് കിടപ്പുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ 50-60 വീട്ടുകാർക്ക് മാലിന്യം തള്ളാനുള്ള ഒരു ഇടമായിട്ടാണ് ഇപ്പോൾ ഇവിടെ കുറേ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ചെറിയ മൃഗങ്ങൾ, നായ്ക്കുട്ടികൾ, പൂച്ചക്കുട്ടികൾ അതൊക്കെ ചത്തതിന് ശേഷം അതിവിടെ കൊടുന്ന് ഇടുകയാണ്. ദുർഗന്ധം വമിച്ചു എന്ന് പറഞ്ഞാൽ അത് വിവരണാതീതമായിട്ടുള്ള സംഗതിയാണ്. വളരെ സങ്കടകരമായിട്ടുള്ള, ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അതായത് ദുർഗന്ധം വമിച്ചിട്ട് ഒരു ശുദ്ധവായു ശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പലതരത്തിലുള്ള അസുഖങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പഞ്ചായത്തിലെ മെമ്പറടക്കം എല്ലാവരോടും പറഞ്ഞു നോക്കി. പക്ഷേ വാഗ്ദാനങ്ങൾ തന്നുകൊണ്ട് അവര് പിന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് ഒരു സല്യൂട്ട് ചെയ്തു പോവുകയാണ്. അതുകൊണ്ട് പഞ്ചായത്തിന്റെ അധികാരം ഉപയോഗിച്ചിട്ട് ഇത് എത്രയും പെട്ടെന്ന് യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇത് ഇവിടെ നിന്ന് ഈ മാലിന്യം പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്ത് പിന്നീട് ആൾക്കാർ കൊണ്ടുവന്ന് ഇടുന്നതിന് ഇടാൻ പറ്റാത്ത രീതിയിലുള്ള CCTV തുടങ്ങിയ എന്തെങ്കിലും കാര്യങ്ങൾ നടത്തിക്കൊണ്ട്. നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടിയില്ലാത്തതിനെ തുടർന്ന് വള്ളത്തോൾ നഗർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. ലക്ഷങ്ങൾ ചെലവഴിച്ച് പഴയ മാർക്കറ്റിൽ നിർമ്മിച്ച മാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രവർത്തന സജ്ജമാകാതെ നശിക്കുന്നത് അഴിമതിയാണെന്നും ഇതിനെതിരെ ആരോഗ്യവകുപ്പിന് പരാതി നൽകുമെന്നും മണ്ഡലം പ്രസിഡന്റ് മായ ഉദയൻ, INTUC മണ്ഡലം പ്രസിഡന്റ് തമ്പിമണി എന്നിവർ അറിയിച്ചു. നമ്മൾ ഇവിടെ നിൽക്കുന്നത് ഈ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിന്റെ ടൗൺ പ്രദേശമാണ്. നിരവധി വീടുകൾ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്ത് കാലങ്ങളായി ഇവിടെ മാലിന്യ പ്രശ്നം അനുഭവിക്കുന്ന ആളുകളാണ്. നമ്മുടെ ഈ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിൽ ലക്ഷങ്ങൾ ഉപയോഗിച്ച് ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കുകയുണ്ടായി. എന്നാൽ അത് പ്രവർത്തനരഹിതമായിട്ട് കാലങ്ങളായി. ഇത്തരത്തിൽ ഇവിടെ മാലിന്യം സംസ്കരിക്കുവാൻ വേണ്ടി ലക്ഷങ്ങൾ ദുരുപയോഗം ചെയ്യുകയും എന്നാൽ ഈ മാലിന്യ പ്രശ്നങ്ങൾ ഇവിടത്തെ ജനങ്ങൾ കാലങ്ങളായി അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരവസ്ഥയിലാണ് ഇവിടുത്തെ ഈ പഞ്ചായത്തിലെ ജനങ്ങളുള്ളത്. ചെറിയ കുട്ടികൾ പഠിക്കുന്ന മദ്രസ റോഡടക്കം നിരവധി ആളുകൾ കടന്നു പോകുന്ന ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉടൻ ഉണ്ടായില്ലെങ്കിൽ ഈ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് മറ്റൊരു ലാലൂരായി മാറും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ മാലിന്യ പ്രശ്നം പരിഹരിക്കപ്പെടണം. നമ്മുടെ ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ് ഈ വാർഡിനെ പ്രതിനിധീകരിക്കുന്നത്. അതുപോലെ തന്നെ ഇനി മഴക്കാലമാണ് വരാൻ പോകുന്നത്. അതിനു മുന്നോടിയായി ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളും നമ്മുടെ ഈ പ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരും. ആയതുകൂടി മുന്നിൽ കണ്ടുകൊണ്ട് ഉടൻ തന്നെ ഈ ഒരു മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് ഇവിടുത്തെ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ ഭരണാധികാരികളോട് ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ പ്രതിനിധികൾ എന്ന നിലയിൽ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. CCV ന്യൂസ്, ചേലക്കര.